ഇമാം ബുഖാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്ത് ഇല്ല എന്ന് കൂട്ടിക്കോളൂ. അങ്ങനത്തെ ഒരാൾ ജനിച്ചിട്ട് തന്നെയല്ല. എന്നാലും ഇമാം ബുഖാരി തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരൊറ്റ ഹദീസും ഈ ഉമ്മത്തിന് നഷ്ടപ്പെടുകയില്ല. ഇനി നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസുകളിൽ ഏതെങ്കിലും ഒന്ന് ഇമാം ബുഖാരിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുഹദ്ദിസുകൾ കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു ഹദീസ് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടോ ഇവർക്ക് കാണിക്കാൻ കഴിയുമോ? നമ്മൾ രണ്ടാമതൊരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്, പിന്നെ വിശ്വാസികളായ ആളുകൾ ഖുർആനെയും സുന്നത്തിനെയൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അതിനെ നിഷേധിക്കുക തള്ളിക്കളൊന്നും ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ചില അപശബ്ദങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഒരു സഹോദരൻ്റെ ഒരു വ്യക്തിയുടെ പ്രസംഗം, CH മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പിന്നെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഖുത്ബകൾ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ കേൾക്കാൻ തുടങ്ങിയത്. ആരാണ് ഈ CH മുസ്തഫ എന്ന് പറഞ്ഞ ആൾ? എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബോധന രംഗത്ത് ഇപ്പോൾ അതെങ്ങനെ കടന്നു വരുന്ന ഒരാളാണ്. ഖുത്ബ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോകളൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികം. അതെ അതെ. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നെ അതിന് ചില കാരണങ്ങൾ കൊണ്ട് പുറത്തായി. പിന്നീട് കേരളത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിയായിസം വളരെ ആസൂത്രിതമായി ഇപ്പോൾ ഈ സി ഹംസയോടൊക്കെ കൂടെ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴുണ്ട്. മാത്രമല്ല ഇസ്ലാമിക പ്രമാണങ്ങളെ യഥാർത്ഥത്തിൽ വളരെ സമൂഹമധ്യത്തിൽ ചോദ്യം ചെയ്യുക, സമൂഹമധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഇത് ഇദ്ദേഹത്തിൻ്റെ നമ്മളൊരു വ്യക്തിയെ പറയുന്നത് എന്തിനാ ചോദിച്ചാൽ ആ വ്യക്തി അധിക്ഷേപിക്കാനല്ല. ഒരു വ്യക്തിയുടെ തിന്മകൾ നമ്മൾ സാധാരണ സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി പറയുന്ന ആശയങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ അകപ്പെടാൻ പാടില്ല. അപ്പം ഇവരുടെ ഒരു വാദങ്ങൾ എത്രത്തോളം ചിലപ്പോൾ അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഇസ്ലാമിൻ്റെ മോശ സിദ്ധാന്തം എന്ന് പറയുന്ന പുസ്തകം. അപ്പം അതിൽ ഈ പുസ്തകം എഴുതിയത് തന്നെ സർവ മതങ്ങളും അഥവാ സർവ വേദങ്ങളും എന്താണ് സത്യമാണ്. ഇപ്പം ഇതിൻ്റെ 25-ാമത്തെ പേജിൽ കാണാം, എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ്. ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല. അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ. ഏതു വേദത്തെ പിൻപറ്റിയാലും മോക്ഷമുണ്ട്. ഭഗവത്ഗീതയും വിശുദ്ധ ഖുർആൻ തന്നെ ഒരാൾ എന്ത് ചെയ്യണ്ട, സ്വീകരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരാൾക്ക് ബൈബിൾ വേണമെങ്കിൽ ബൈബിൾ പിൻപറ്റാം. അതുപോലെ തന്നെ മറ്റുള്ള വേദങ്ങളാണെങ്കിൽ തൗറാത്താണെങ്കിൽ തൗറാത്ത്, അതുപോലെ തന്നെ ജൂതന്മാരുടെ തൽമൂത്താണെങ്കിൽ. അപ്പോൾ എല്ലാ മതക്കാർക്കും എല്ലാ ആളുകൾക്കും മോക്ഷമുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ 65-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരുപാട് പേജുകൾ ഈ വിശുദ്ധ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ ആശയം ഇവിടെ പ്രസക്തമില്ലാതാവുകയാണ്. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് അള്ളാഹു ഖണ്ഡിതമായി പറഞ്ഞ ആശയത്തെ ഇദ്ദേഹം ഖണ്ഡിക്കുകയാണ്. ഇത് മാത്രമല്ല, ഹദീസുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിന് ഒരുപാട് പിഴച്ച വാദങ്ങൾ നമുക്ക് കാണാം. ഇദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ ഇറങ്ങിയൊരു പുസ്തകമാണ് ഹദീസ് യാഥാർത്ഥ്യ അന്വേഷണം എന്ന് പറഞ്ഞ പുസ്തകം. അതിൻ്റെ 33-ാമത്തെ പേജിൽ സിഹാവ് സിത്തയുടെ രചയിതാക്കൾ എല്ലാവരും പേർഷ്യക്കാരാണ്. പൊതുവെ ഈ ഹദീസ് നിഷേധികളൊക്കെ ഒരു രീതി എന്താ വെച്ചാൽ, ഒന്ന് അവർക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അറിയില്ല, രണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ ചരിത്രവും ഇസ്ലാമിക ചരിത്ര യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ കുത്തുബ് സിത്ത് എഴുതിയ ആളുകളെല്ലാവരും പേർഷ്യക്കാരൊന്നുമല്ല. അതുകൊണ്ട് അടിച്ചുവിടുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കാണാം, ഇതിൻ്റെ ഒരു ഹെഡിങ് തന്നെ യഥാർത്ഥത്തിൽ വിശുദ്ധമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതൊന്നും യഥാർത്ഥത്തിൽ പ്രമാണമല്ല. ഹദീസുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ ദൂഷ്യങ്ങൾ. ഇതാണ് ഒരു ഹെഡിങ് തന്നെ, ടൈറ്റിലാണത്. അപ്പോൾ ഹദീസ് കൊണ്ട് ഈ സമൂഹത്തിൽ എന്തുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വ്യക്തി തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ശങ്കരാചാര്യൻ്റെ ആശയമാണ് എനിക്കുള്ളത്. അതായത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു ആശയം. നമ്മൾ ഇയാളെ ശ്രദ്ധിക്കുന്നത് ഇയാളുടെ ഖുത്ബ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ആഗ്രഹിക്കും ഏത് പള്ളിയിലെ ഖുത്ബ പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഭാഗം നമുക്കൊന്ന് കാണാം. ചോദിക്കുന്നുണ്ടല്ലോ, ഇത് ഏത് പള്ളിയിൽ വെച്ചാ നടത്തുന്നത്, ഏത് മഹല്ലിലാണ്? ഇത് പള്ളിയല്ല, ഇതൊരു വീട്ടിൽ ഞാൻ താമസിക്കുന്ന ഒരു സെന്ററിൽ വെച്ച് നടത്തുന്ന ഖുത്ബയാണ്. നിങ്ങൾക്ക് അതിൽ
അപ്പൊ കണ്ടോ, ഖുത്തുബ നടക്കുന്നത് ശരിക്കും വീട്ടിലാണെന്നാ പറയണത്. സാധാരണ നമ്മൾ ഖുത്തുബ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ദിവസം പള്ളികളിലാണ് സാധാരണ ഖുത്തുബ നടക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന ഒരു സംസാരത്തെ ഒരു ഖുത്തുബ എന്നുള്ള ഇത് പണ്ട് പിന്നെ ചേകന്നൂർ മൗലവി ഇതുപോലെ തന്നെയായിരുന്നു, ഈ വാദം ഉണ്ടായിരുന്നു. ചേകന്നൂർ മൗലവി ഈ ഹദീസുകൾ നിഷേധിച്ച് അവസാനം സർവ്വമത സത്യവാദം, അതിന്റെ ഒരു പുതിയ വേർഷനാണ് അതൊരു സർവ്വവേദ സത്യവാദം. കാരണം വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ മതങ്ങളുള്ളത്. അപ്പോൾ ചേകന്നൂർ പണ്ട് പിന്നെ ഈ ഹുത്തുബ വെള്ളിയാഴ്ച ഹുത്തുബക്ക് ജുമാക്ക് പോകാഞ്ഞാൽ പണ്ടാരോ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ ഈ ചേകന്നൂർ പണ്ട് ഈ തിരൂര് ഒരു പീഡിയന്റെ കടന്റെ മുകളിൽ പോയിട്ട് ഹുത്തുബ നടത്താറുണ്ട്. അത് റൂമിൽ ഉപരിക്കുള്ള അതുപോലെ തന്നെ ആയിരിക്കും ഒരു പാരമ്പര്യം. ശരിക്കും ഈ സൂഫികളില് അവരുടെ ഇമാമുകളിൽ പ്രസിദ്ധനാണ് ഇബ്നു അറബി. ഇബ്നു അറബിയുടെ ഒരു അടിസ്ഥാന വിശ്വാസം തന്നെ എല്ലാം ഹക്കാണ്, എല്ലാം ശരി, അതിന് എവിടെ കൊണ്ടുപോയി ആരാധന കൊടുത്താലും അതൊക്കെ ശരിയാണ് എന്നുള്ള പിന്നെ അത് പ്രഖ്യാപിച്ച് അതിലേക്ക് ജനങ്ങളെ ആകർഷകരാക്കിയ ഒരാളാണ്. ശരിക്കും ഇതൊക്കെ അവിടെ തന്നെയാണ്, ഈ ചിന്തയൊക്കെ പോണത് ആ ഷിയായിസം വഴി തന്നെയാണ്. നമ്മളിന്ന് അദ്ദേഹത്തെ കുറിച്ച് ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം എന്താ വെച്ചാല്, ശരിക്കും അദ്ദേഹം ആരാന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊരു പരിഹാസോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തലൊന്നുമല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാല്, അദ്ദേഹത്തിന്റെ ഖുത്തുബകളിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രശ്നം, ഇമാം ബുഖാരിക്കെതിരെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിക്കെതിരെ. ഇപ്പോൾ അള്ളാന്റെ കിതാബ് കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഐക്യകണ്ഠേന ഏകസ്വരത്തിൽ ഏറ്റവും അസഹായ ഗ്രന്ഥമായിട്ട് അംഗീകരിക്കുന്നതാണ് സ്വഹീൽ ബുഖാരിന്റെ, ഇമാം ബുഖാരിന്റെ സ്വഹീൽ ബുഖാരി. അതിൽ 6 വഷളൻ കഥകളുണ്ട്. ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഒന്ന് കേട്ടിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ബുഖാരി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ വലതുഭാഗത്തിരുന്നിട്ട് എന്നാ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിയെ പറയും, മൂപ്പരിങ്ങനെ എഴുതിയെടുക്കും, ഇതാണ് ബുഖാരി എന്നാണ്. അങ്ങനെയല്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ബുഖാരി എന്ന് പറയുന്നത് റസൂലുള്ളാഹിക്ക് ശേഷം 200 വർഷം കഴിഞ്ഞ് ജനിച്ച് ജീവിച്ച ആളാണ്. അദ്ദേഹമാണ് ഇതൊക്കെ പറയുന്നത്, എഴുതുന്നത്. ശൂന്യതയിൽ നിന്ന് പടച്ചുണ്ടാക്കുന്നയാളാണ്. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമുള്ള വാചകമാണ് ഈ പറയുന്നത്. ശൂന്യതയിൽ നിന്ന് പടച്ചുണ്ടാക്കുന്ന ആളാണ് ആര്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. മാലിക് സലമിക്ക് സ്വാഭാവികമായിട്ട് ഇതിൽ പ്രതികരിക്കാൻ ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ വിമർശകന്മാരെല്ലാം എന്തുകൊണ്ടാണ് ഇമാം ബുഖാരിയെയും മുസ്ലിമിനെയും ആദ്യം പിടികൂടുന്നത്? അതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ട ഉണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഉള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഇസ്ലാമിക സമൂഹം പിന്നെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ബുഖാരി മുസ്ലിം. അപ്പോൾ ബുഖാരിയും മുസ്ലിമിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങൾ, ഒരു പിന്നെ ചില വഷളത്തരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ മൊത്തം ഹദീസും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് സമർത്ഥിക്കാൻ പറ്റും. അപ്പം ഹദീസിനെ തകർത്ത് കഴിഞ്ഞാൽ അതോടുകൂടി എന്തായി? വിശുദ്ധ ഖുർആൻ ഇല്ലാതെ. കാരണം ഖുർആനിൻ്റെ പല ആശയങ്ങളും പൂർത്തീകരിക്കുന്ന ഹദീസാണ്. മാത്രമല്ല ഖുർആൻ്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അള്ളാഹു ഏൽപ്പിച്ചതാണ്. തുമിന്ന അലൈന ബയാന. അപ്പം അതുകൊണ്ട് തന്നെയാണ് ബുഖാരിയെ ആദ്യം എന്ത് ചെയ്യുക? അത് ചേകന്നൂർ ചെയ്ത പണിയാണ്. ബുഖാരി മുസ്ലിം ലോകപ്പൊള്ളന്മാർ എന്ന് പറഞ്ഞിട്ട് അയാൾ ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾക്കെതിരെ തിരിയുന്നില്ല. കാരണം എന്താ, ഇത് രണ്ട് പൊളിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളതും കഥ ഇതായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ബുഖാരി റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തിരുന്ന് എഴുതിയ ആളല്ല. അത് ഒരു പുതിയ വിവരമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ് ഇമാം ബുഖാരി എന്ന ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല, പറയില്ല, വിവരമുള്ളവരാരും പറയില്ല. പിന്നെ ഇത് ഇയാൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇമാം ബുഖാരി റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അപ്പോൾ 200 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി ജനിച്ചത്. ഇതിപ്പോൾ സാധാരണക്കാരായ ആളുകളെ വേഗത്തിൽ പറ്റിക്കാൻ വേണ്ടി ഇവിടെ നടത്തുന്ന ഒരു അടവാണ്. നമ്മൾക്ക് ഇവരോട് ചോദിക്കാനുള്ള കാര്യം, ഇമാം ബുഖാരി എന്ന് പറയുന്നൊരു മനുഷ്യൻ ലോകത്ത് ഇല്ല എന്ന് കൂട്ടിക്കോളി, അങ്ങനത്തെ ഒരാൾ ജനിച്ചിട്ട് തന്നെയല്ല. എന്നാലും ഇമാം ബുഖാരി തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരൊറ്റ ഹദീസും ഈ ഉമ്മത്തിന് നഷ്ടപ്പെടുകയില്ല. ഇനി നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസുകളിൽ ഏതെങ്കിലും ഒന്ന് ഇമാം ബുഖാരിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുഹദ്ദിസുകൾ കൊണ്ടുവരാത്ത ഏതെങ്കിലും ഒരു ഹദീസ്
ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരിയിൽ ഉണ്ടോന്ന് ഇവർക്ക് കാണിക്കാൻ കഴിയോ? അപ്പോഴാണ് ഇവരുടെ ഈ ചോദ്യം പ്രസക്താണ്. വളരെ പ്രസക്തമാണ്. മാത്രമല്ല അപ്പോഴാണ് ഇത് ഇമാം ബുഖാരി ഉണ്ടാക്കിയതാണ് എന്ന് തെളിയിക്കാൻ കഴിയും. ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ജനിച്ചിട്ട് ഇതാ റസൂലുള്ള പറഞ്ഞിരിക്കുന്നു എന്ന് സുപ്രഭാതത്തിൽ പിന്നെ ചില ആളുകൾ പറയുന്ന പോലെ പറഞ്ഞല്ല. ഇമാം ബുഖാരി തൻ്റെ മുൻഗാമികളായ ആളുകൾ എഴുതിയ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ആ സനദിലൂടെയാണ് റസൂലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഇമാം ബുഖാരിയുടെ ഗന്ധത്തിൻ്റെ പ്രത്യേകത ഏറ്റവും സ്വഹീഹായ സനദുണ്ട് എന്നുള്ളതാണ്. ഇമാം ബുഖാരി പറഞ്ഞു എന്നുള്ളതല്ല, ആ സനദിൻ്റെ മഹത്വമാണ് നമ്മൾ ആ കിതാബിന് കൊടുക്കുന്ന മഹത്വം. ഇത് ചില ആളുകൾക്കെങ്കിലും സംശയം, അങ്ങനെ എനിക്കിപ്പോൾ എന്ത് ഈ ഹദീസിന് മാത്രം സനദ്, ചില ആൾക്ക് സംശയം ഉണ്ടാവും. ഹദീസിന് എന്താ മതി, ഖുർആനെ സനദൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ സനദൊന്നും കാണില്ല. നമ്മളിങ്ങനെ മദീനയിൽ നിന്ന് ഇങ്ങനെ എടുത്തത് ഖുർആനിൽ ഇപ്പോൾ കാല ഹദ്ദസ്നാന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇത് ഖുർആനിന് സനദുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് പിന്നെ യഥാർത്ഥ ഖുർആനല്ല എന്ന് അവർ വിശ്വാസം. അവർ പറയുന്നത് പിന്നെ അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു ഒക്കെ ഒരുപാട് ആയത്തുകൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ സൂറത്തുൽ വിലായ എന്ന് പറയുന്ന സൂറത്തുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അവർ കള്ളം സഫർ കൊണ്ടുവരാറുണ്ട്, സെപ്പറേറ്റ് ഖുർആൻ. അപ്പൊ ആ ഖുർആനെ നമുക്ക് തള്ളിക്കളയാനുള്ള മാനദണ്ഡം എന്താണ്? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഖുർആൻ എന്ന് നമ്മുടെ അടുത്ത് തെളിവുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് തെളിവുണ്ടാവില്ല, കാരണം ഒരു സനദ് സ്വീകരിക്കാൻ. യഥാർത്ഥത്തിൽ ഇത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനൊക്കെ വേണ്ടി ഇപ്പൊ നമ്മൾ മദീനയിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ മുസാഫും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി കാണും. ഇല്ലെങ്കിൽ ഇല്ലാത്തവരും എന്ത് ചെയ്യണം, ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നോക്കണം റിവായത്തു ഹാദൽ മുസ്ഹഫ്. അപ്പൊ ഈ മുസ്ഹഫിന്റെ റിവായത്ത് ഇതിന്റെ ശ്രോതാക്കൾക്ക് സ്ക്രീനിൽ കാണാൻ ഇതിന്റെ സനദ് ഇപ്പൊ കുത്തിബ ഹാദൽ മുസ്ഹഫുൽ കരീം വദബിത അലാ മാ യുവാഫിഖു റിവായത്ത് ഹഫ്സ് ഇബ്നു സുലൈമാൻ ബിൽ മുഗീറ അൽ അസദി അൽ കൂഫി لقراءة آسف بن أبي النجود الكوفي التابعي عن أبي عبد الرحمن عبد الله بن حبيب السلمي عن عثمان بن عفان وعلي بن أبي طالب وزيد بن ثابت وأبي بن كعب عن النبي صلى الله عليه وسلم. അതെ, ഈ സനദിലൂടെ വന്ന ഖുർആൻ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഇതേ ഈ സനദിലുള്ള ആളുകൾ തന്നെയാണ് ഇമാം ബുഖാരിയുടെ ഗ്രന്ഥങ്ങളിലുള്ളത്. അപ്പൊ ഈ സനദ് അവർ സ്വീകരിക്കാതിരുന്നാൽ ഈ ഖുർആൻ അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സനദ് അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ അവർ സ്വീകരിച്ചാൽ ഹദീസിനെ സ്വീകരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ വലിയ തെറ്റിദ്ധാരണയാണ് അവർ പരത്താൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിവരക്കേട് എന്ന് വേണമെങ്കിൽ പറയാം. 2 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നിട്ട് ഒരു ശൂന്യതയിൽ നിന്ന് എടുത്തെഴുതിയതാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ വിജ്ഞാനമുള്ള ആളുകളുടെ മുമ്പിലൊന്നും തെളിയിക്കാൻ കഴിയാത്തൊരു ദുരാരോപണമാണിത്. എന്താണ് വിഷയത്തിൽ ഇതില് പിന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ചില ഹദീസുകളുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ കൊണ്ടുവരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലിപ്പ് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് വിശദീകരണം ആവശ്യമാണ്. ആ ഒരു ക്ലിപ്പ് കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഗുരുവായ മുഹമ്മദ് നബിയെ കുറിച്ച് ഇമ്മാതിരി തെമ്മാടിത്തം എഴുതി വെച്ചിട്ട് ആ തെമ്മാടിത്തം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഇത് പറയണത്. ഒരു സ്ത്രീ വന്നിട്ട് റസൂലിന് സ്വയം പിന്നെ തൻ്റെ ശരീരം കൊടുക്കുക, എന്നിട്ട് റസൂൽ അവിടെ ഇങ്ങനെ നോക്കുക, എന്നിട്ട് തനിക്ക് പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് മാറി നിൽക്കുക. അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റിട്ട് ചോദിക്കുക, എന്ന് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വന്നേക്കെന്ന് പറയാം. അപ്പോൾ റസൂല് പഠിപ്പിച്ച സഹാബിമാരുടെ ഒക്കെ നിലവാരം എന്താണ്? ഇതും കൊണ്ടാണോ നിങ്ങൾ നടക്കുന്നത്? എങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ ആരെയാണ് അംഗീകരിക്കുന്നത്? മുഹമ്മദ് നബിയെയാണോ അതല്ല ബുഖാരിയെയാണോ? നോക്കൂ, നിങ്ങൾ അതിലെ പ്രയോഗങ്ങളൊക്കെ ശരിക്കും കുറെ അപകടങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒരു ഖുത്ബയിലാണ് മൂപ്പര് പറഞ്ഞ ഖുത്ബയിലാണ് ഇങ്ങനത്തെ ശൈലിയും പ്രയോഗങ്ങളുള്ളത്. അത് ഞാൻ മറന്നുകൊണ്ട് വീട്ടിലെ ഖുത്ബയാണ്. അപ്പൊ അതിലെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം കുറച്ചൊരു വൈകാരികമായി പറഞ്ഞൊരു മേഖല, ഇങ്ങനത്തെ ഒരു നബിയെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് എന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന്, അങ്ങനത്തെ ഒരു നബി അല്ല എൻ്റെ നബി, എൻ്റെ ഗുരു അങ്ങനത്തെ ഒരു നബി അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ബുഖാരിയിലുള്ള ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീത്താണ്. അതിൽ നമുക്ക് ആർക്കും തർക്കമല്ല. പക്ഷെ ആ ഹദീത്തിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, ആളുകളുടെ ഒരു വൈകാരിക തലം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രാമാണികമായിട്ട് ആളുകളെ നമുക്ക് ഉപദേശിക്കാനുള്ളത്? ഇത് കേട്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ വിശദീകരണമാണ്. വിശുദ്ധ ഖുർആനിലുള്ള ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അത് കാണിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് അംഗീകരിച്ച് സൂചന നൽകി പോയിട്ടുണ്ടാവും. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ ഇദ്ദേഹം ഈ വിമർശിക്കുന്നൊരു ഹദീസ് അത് ബുഖാരിയിലുള്ളതാണ്. അതായത് പിന്നെ
സഹൽ ബിൻ സഅദ് സാഇദ് റളിയല്ലാഹു അൻഹു പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅത്തുഹു ഇംറഅത്തുൻ ഫഖാലത് യാ റസൂലല്ലാഹ് ഇന്നി ഖദ് വഹബ്തു നഫ്സി ലക. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബി ഞാൻ എൻ്റെ ശരീരം അല്ലെങ്കിൽ ഞാൻ എന്നെ താങ്കൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഫഖാമത്ത് ഖിയാമൻ തബീലൻ, പ്രവാചകൻ ആ സ്ത്രീയെ നോക്കി, പക്ഷേ അത് ശ്രദ്ധിച്ചില്ല, അവർ ദീർഘമായി നിന്നു. അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, നബി നിങ്ങൾക്ക് അവരെ വേണ്ടെങ്കിൽ എനിക്ക് അവരെ കല്യാണം കഴിച്ചു തരും. അങ്ങനെ പ്രവാചകൻ നിൻ്റെ അടുക്കൽ മഹർ കൊടുക്കാണ്ടോ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, എങ്കിൽ നിൻ്റെ അടുക്കലുള്ള ഖുർആൻ മനപ്പാഠം വെച്ചിട്ട് ഞങ്ങൾക്ക് നിക്കാഹ് ചെയ്യുന്നത്, അതാണ് സംഭവം. അപ്പം ഇവിടെ ഇദ്ദേഹം പറയുന്നത്, ഒരു പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാൻ എന്നെ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. അപ്പം ഇത് വല്ലാത്തൊരു തോന്നിവാസമല്ലേ? ഇത് നമുക്കെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകാൻ പറ്റുന്നുണ്ടോ? അതായത് ഞാൻ ആദ്യം പറഞ്ഞതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ വിശദീകരണമാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം ഖുർആന്റെ വിശദീകരണമാണ്. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ഖുത്ബയിൽ തന്നെ ഈ ആയത്തിന്റെ ഭാഗം കഴിഞ്ഞിട്ട് ഭാഗം ഓതുന്നുണ്ട്. ഇത് യഥാർത്ഥ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറയാണ്, അഊദുബില്ലാഹി ശൈത്താൻ യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഇന്ന അഹലന്നാ ലക അസ്വാജക അല്ലാത്തി ആതിയത ഉജൂറഹുന്ന, നബിയെ താങ്കൾക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ മഹർ കൊടുത്തിട്ടുള്ള സ്ത്രീകൾ. ഒമാ മലക്കത്ത് യമീനുക്ക മിമ്മ അഫ അള്ളാഹു അലൈക്ക, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ വിട്ടേച്ചു പോയിട്ടുള്ള ആയിട്ടുള്ള അതിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചെന്ന് സ്ത്രീകളെയും അഥവാ നിങ്ങളുടെ അടിമ സ്ത്രീകളെയും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒബനാത്തി അമ്മിക്ക, നിങ്ങളുടെ പിതൃവ്യൻ്റെ പുത്രിമാർ അഥവാ പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രിമാരും. ഒബനാത്തി അമ്മിക്ക, നിങ്ങളുടെ പിതൃ സഹോദരിമാരുടെ പുത്രികളും. അതുപോലെ തന്നെ ഒബനാത്തി ഖാലിക്ക, നിങ്ങളുടെ മാതൃ സഹോദരൻ്റെ പുത്രിമാർ. ഒബനാത്തി ഖാലാത്തിക്ക, നിങ്ങളുടെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ. എന്നിട്ടല്ല അല്ലത്തി ഹാജറിന് മഅക്ക, അവർ നിങ്ങളുടെ കൂടെ ഹിജ്റ വന്നവരായിരിക്കണം. ഈ ഷർത്തുണ്ട്. പിന്നീട് അള്ളാഹു പറയാണ് വംറഅത്തൻ മുഅ്മിനത്തൻ, ഒരു മുഅ്മിനത്തായ പെണ്ണിനെയും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. ഇൻ വഹബത്ത് നഫ്സഹാ ലിന്നബി, ആ പെണ്ണ് വന്നിട്ട് പ്രവാചകന് അവളെ സമർപ്പിച്ചാൽ. ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദം ഇൻ വഹബത്ത് നഫ്സഹ എന്ന അതേ പദമാണ് ബുഖാരിയിലുള്ള ഹദീസ് ഇന്നി വഹബ്തു നഫ്സി ലക നബി. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് അവിടെ ഉള്ളത്, അത് തന്നെയാണ് ഹദീസിലും വന്നിട്ടുള്ളത്. അതെ. അപ്പൊ യഥാർത്ഥത്തിൽ ഖുറാന്റെ ഇത് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾ എന്ത് ചെയ്യില്ല, പിന്നെ തള്ളിക്കളയാൻ ഇതാക്കൂല. അപ്പൊ അത് ഹദീസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ എന്ത് ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ബാക്കിയുള്ള സംസാരത്തിൽ ഇതൊരു വ്യഭിചാരമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെണ്ണിന് വന്നിട്ട് ഇങ്ങോട്ട് നല്ല അദ്ദേഹത്തിൻ്റെ കുറിച്ച് അദ്ദേഹം പറയും ബുഖാരിൽ അശ്ലീലുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് അശ്ലീലങ്ങളൊക്കെ കൂട്ടി റസൂലുള്ളാഹി അങ്ങനെ നോക്കി. അപ്പോൾ തനിക്ക് ആവശ്യമില്ല എന്ന് കണ്ടപ്പോൾ ആ പെണ്ണിനെ പിന്നെ വേറെ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം ഇവിടെ ഇൻ വഹബത്ത് നഫ്സഹാലിൻ നബി എന്ന് പറഞ്ഞാൽ പ്രവാചകരെ അവളെ നിങ്ങൾക്ക് വിഭജിക്കൽ അനുവദിച്ചെന്നിരിക്കുന്നതാണോ? അല്ലല്ലോ, ഒരിക്കലുമല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അത് അവിടെ തന്നെ അള്ളാഹു പറഞ്ഞു, എന്താണ്, ഇൻ അറാദൻ നബി അൻ യസ്തൻകിഹ ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഇത് താങ്കൾക്ക് മാത്രമുള്ള പ്രത്യേകത. കാരണം വിവാഹ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, 4-ലധികം വിവാഹങ്ങൾ പ്രവാചകനൊരു സമയം കഴിക്കാം. അത് അള്ളാഹു കൊടുത്തൊരു പിന്നെ പ്രത്യേകമായ ഇളവാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ വാഹിബാത്തുകൾ സ്വീകരിക്കാം. അതേ സമയത്ത് വേറെ ചില പിന്നെ കുടിശ്ശകത, അതായത് ചില അധികമായ നിർദ്ദേശങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ അടുത്ത കുടുംബത്തിൽപ്പെട്ട ബനാത്ത് അമ്മിക്കോ ബനാത്തി അമ്മാത്തിക്ക ഇവരൊക്കെ നമുക്ക് കല്യാണം കഴിക്കാൻ അനുമതിയാണ്. പക്ഷെ പ്രവാചകന് അവരെ കല്യാണം കഴിക്കണമെങ്കിൽ അല്ലത്തി ഹാജറിന് മഅക്ക, ഹിജ്റ വന്നവരാണ്, അല്ലാത്തവരെ കഴിക്കാൻ പാടില്ല. അത് പ്രവാചകന് മാത്രമല്ല, നമുക്ക് ബാധകമില്ലാത്തൊരു നിയമമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പിന്നെ പിതൃവിമാരുടെ മക്കൾ എന്ത് ചെയ്യാം, കല്യാണം കഴിക്കുന്നതിനും പിന്നെ വിരോധമല്ല. അപ്പം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള, അതായത് ഒരു മഹറോ വലിയോ ഇല്ലാതെ പ്രവാചകന് എന്ത് ചെയ്യാം, ഒരു പെണ്ണിന് വേണമെങ്കിൽ കല്യാണം. ഇത് അള്ളാഹു
ഇന്ന അഹലൽനാ ലക്ക എന്ന് പറഞ്ഞ് ഹലാലാക്കി കൊടുത്തൊരു കാര്യം ഒരു പെണ്ണ് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ അത് ഖുർആനിലുണ്ട്. പക്ഷേ ഹദീസിൽ വരുമ്പോൾ എന്താണ്? അശ്ലീലമാവും. അപ്പോൾ ഇതേ സംഗതി ഖുർആനിൽ വരുമ്പോൾ ഇത് ചില ആളുകളുടെ രോഗമാണ്. അതായത് വെച്ചാൽ ഖുർആനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ പോലെ തന്നെ അതിൻ്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ. പിന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ എന്തിനാണ് ഈ പെണ്ണുങ്ങളിങ്ങനെ വരുന്നത്? യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിനിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ പ്രവാചകന് ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരും ലോകത്തുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്തു. അതൊരു വലിയോ വഹറോ ഇല്ലാതെ ഒരു പെണ്ണിന് വേണമെങ്കിൽ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയാം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് ഹലാലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ വന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പോലും പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരും ഇങ്ങനെ എല്ലാം പ്രവാചകൻ മഹർ കൊടുത്ത് കല്യാണം കഴിച്ച സ്ത്രീകളല്ലാതെ ഈ രൂപത്തിൽ സ്വന്തം ശരീരം അവർക്ക് വേണം. അഥവാ റസൂലുള്ളാഹിന്റെ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന മറ്റൊരു രീതിയാണ് വഹബ്തു നഫ്സി എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലില്ല. അപ്പോൾ ആ വിമർശനം ശരിയല്ല. മാത്രമല്ല പ്രവാചകൻ അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനൊരു സ്ത്രീ വരുമ്പോൾ അവിടെ മനസ്സിലുണ്ടാകുന്ന വെച്ചാൽ ഈ ആളുകൾ കാണുന്ന അശ്ലീല മനസ്ഥിതിയല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ശാരീരിക സുഖം അതല്ല അവർ ഉദ്ദേശിക്കുക ഒരിക്കലും. റസൂലുള്ളാഹിന്റെ ഭാര്യയായതിനോട് കൂടി സ്വർഗ്ഗം ഉറപ്പായി. അതാണ് ആഗ്രഹിക്കുന്നത്. പ്രവാചകന്റെ ഭാര്യയാകുന്നതോട് കൂടി ഉമ്മഹാത്തുൽ മുഅ്മിനീനായി, വിശ്വാസികളുടെ മാതാവായി, സ്വർഗ്ഗം ഉറപ്പായി. അതിനേക്കാൾ വലിയൊരു ആഗ്രഹം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. അപ്പോൾ ദുനിയാവിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നബിന്റെ ഭാര്യയാകാന്നാണ്. പിന്നെ അപ്പോൾ അത് റസൂലുള്ളാഹിക്ക് അനുവദിച്ചു കൊടുത്തിട്ടും പ്രവാചകൻ തൻ്റെ ഭാര്യമാരോടുള്ള ഇഷ്ടം കാരണം അത് സ്വീകരിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് പലതും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഈ വാഹിബാത്തുകളെ കുറിച്ച് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ മഹർ കൊടുത്ത് കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളോടും ചില നീരസങ്ങൾ. അതിപ്പോൾ എന്താ വെച്ചാൽ ഒരു ഭർത്താവിൻ്റെ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണമാണ്. അതിന് വലിയ പ്രതികരിച്ചിട്ട് പ്രവാചകൻ എന്തോ ഒരു അരുതാത്ത കാര്യം ചെയ്തു, അത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് തിരുത്തി കൊടുക്കുന്നു എന്ന് പറയുന്ന രീതി ഒരിക്കൽ ശരി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഖുർആനെ തള്ളാനുള്ള, ഇപ്പം ഖുർആൻ്റെ ആയത്താണ് വഹബത്തു നഫ്സഹ എന്ന ഈ ആയത്തിനെ തള്ളാനുള്ള ഒരു ഗൂഢമായ ശ്രമമാണ് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ തകർക്കുക. അതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ അശ്ലീലമാക്കി അവതരിപ്പിക്കുക. അതായത് ഇതിലൊരു അശ്ലീലില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ നടുവിൽ ജീവിച്ച ജൂതന്മാരാരും ഇതിനെ വിമർശിച്ചിട്ടില്ല. മുനാഫിക്കുകള് പ്രവാചകന്റെ സദസ്സിലടക്കം കപട വിശ്വാസികളുണ്ട്, എതിർത്തിട്ടില്ല. മാത്രമല്ല അതേ ഹദീസിൽ തന്നെ കാണാം പ്രവാചകൻ ഒരു സഹാബി നിന്നിട്ട് ചോദിക്കണം, നബി എനിക്ക് അവരെ കല്യാണം കഴിച്ചു തരുമോ? അപ്പൊ നബി എന്താ പറഞ്ഞത്? മഹറുണ്ടോ? അപ്പൊ റസൂലുള്ളാഹിക്ക് മഹർ വേണ്ട, സഹാബത്തിന് മഹർ വേണം. മനസ്സിലായില്ലേ? അപ്പൊ റസൂലുള്ളാഹിക്ക് മാത്രമാണ് മഹർ ഇല്ലാതെ കല്യാണം കഴിക്കുക. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള കുറെ ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ മുലകുടി ബന്ധമായിട്ട് റദാത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ തള്ളിക്കാം. നമുക്കിപ്പോൾ അത് വിശാല ഇപ്പൊ ചർച്ച ചെയ്യാൻ നമ്മുടെ മുമ്പിൽ സമയം ഇല്ല. ഇതിൽ മുസലാഹിർ ചെറിയൊരു ഇപ്പൊ നമ്മളെ ആളുകൾ നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇമാം ബുഖാരിയെ കുറിച്ചൊരു തെറ്റിദ്ധാരണ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് അവർ പഠിച്ച് യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കട്ടെ. ഇമാം ബുഖാരിനെ കുറിച്ച് 2 വാക്ക്. ശരിക്ക് ഇത്തരം പണ്ഡിതന്മാരിലൂടെ ശരീഅത്തിന്റെ സംരക്ഷണമാണ് ശരിക്കും നടക്കുന്നത്. കാരണം ഖുർആനിൻ്റെയും ഹദീസിൻ്റെ അവ രണ്ടും വഹിയാണല്ലോ. അത് രണ്ടിൻ്റെയും സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തതാണ്. അതാണ് ഇപ്പോൾ ഈ പണ്ഡിതന്മാരിലൂടെ ഒക്കെ തെളിഞ്ഞു വന്നത്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇമാമാണ് ഇമാം ബുഖാരി. മാത്രമല്ല ഇപ്പോൾ ഇവിടെ തന്നെ ഖുർആൻ്റെ ഹദീസിൻ്റെ വഹി ബോധ്യപ്പെടുകയാണ്. കാരണം ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് ഹദീസിലും ഉള്ളത്. അതെ അത് ബോധ്യപ്പെടും.
ഇനി അതുമല്ല ഖുർആൻ എടുത്ത 2 ആയത്തുകൾ. ഒന്ന്, ഇത്തരം നിഷേധികൾ അവരെ വായ കൊണ്ട് അള്ളാഹിൻ്റെ നൂറിനെ ഊതിക്കെടുത്താൻ നോക്കുകയാണ്. കാരണം അവരൊരുപാട് ലുലുമാത്തിലാണ്, ഒരുപാട് അന്യായങ്ങളിലാണ്. അതുകൊണ്ട് അവർ നൂറിനെ ഊതിക്കെടുത്തുകയാണ്. പക്ഷെ അള്ളാഹു ഇത് പൂർത്തിയാക്കും. അതുകൊണ്ടാണ് ഇത്തരം ആയത്തിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത്, സൂര്യൻ്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ കഴിയില്ലല്ലോ, അതേപോലെ ചന്ദ്രൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ കഴിയില്ല. അതൊക്കെ നടക്കാത്തൊരു കാര്യമാണ്. അതേ പണിയാണ് എന്ത് ചെയ്യണത് വന്ന കാലം മുതൽക്ക് തന്നെ യോർലിസ്റ്റും കാര്യങ്ങളും കുറേ വിമർശനങ്ങളുണ്ട്. പക്ഷെ മുസ്ലിങ്ങളുടെ മനസ്സിൽ നിന്ന് സഹിൽ ബുഖാരി മുസ്ലിം പോക്കാൻ പിന്നെ ഇതിലൂടെയൊക്കെ ശരിക്കും സത്യവും അസത്യവും വേർതിരിഞ്ഞ് കിട്ടും. അതാണ് ഇപ്പോൾ പിന്നെ ഖുർആൻ പറഞ്ഞത്. പിന്നെ ഈ സബദുകൾ ഇങ്ങനത്തെ നുരകളൊക്കെ എന്ത് ചെയ്യും, പിന്നെ വെള്ളപ്പാച്ചിലാണ് പോകുന്നതാണ്. പക്ഷേ അമ്മാമ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് ഫയംകുസു ഫിൽ അർദ്, അതോടെ ഭൂമിയിലുണ്ടാവും. ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ അധ്വാനങ്ങളൊക്കെ അവിടെ ബാക്കിയാണ്. എത്ര ആളുകൾ എതിർത്തു, അതൊക്കെ ആരും ഓർക്കണില്ല. കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ, ഇതുപോലത്തെ ഉദാഹരണങ്ങൾ അല്ലാഹു പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് ഒരു വിശ്വാസിന്റെ മനസ്സിൽ എപ്പോഴും ഈ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കേട്ടാൽ അവരെ ഇൽമിനെ ആദരിക്കുക, അവരെ കഴിവിനെ ആദരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പിൻഗാമികളായി പിന്നെ കിട്ടാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ശരിക്കും വിശ്വാസിയുടെ ഇതിപ്പോൾ നമ്മളൊരു ഒരു ഹദീസ് മാത്രം, ഇതേപോലെ തന്നെയാണ് എല്ലാ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊക്കെ ആകത്തുക. ഒന്നുകിൽ വിവരക്കേടായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥത്തിൽ ഖുർആനെ തകർക്കാനുള്ളൊരു ഗൂഢമായ വിമർശനമായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിനെ പൊളിക്കുന്ന രൂപത്തിലുള്ള വിമർശനമായിരിക്കും. ഇതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ചർച്ച, ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. CH മുസ്തഫ എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹം പഠിക്കട്ടെ. അദ്ദേഹം പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ തെളിവ് കൊണ്ടുവരുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തുടക്ക കാലഘട്ടം മുതൽ തന്നെ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. വായിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം, അത് വായിച്ച് പഠിക്കട്ടെ. സാധാരണക്കാരായ ആളുകൾ ഇമാം ബുഖാരിയുടെ ഒക്കെ മഹത്വം മനസ്സിലാക്കി എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിന്റെ പിറകെ ഓടുന്നതിന് മുമ്പ് ഒരു സത്യം അറിയാനുള്ള ശ്രമം ആ ആളുകളും നടത്തേണ്ടതുണ്ട്.